ഹായ് ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ നിങ്ങളുടെ IELTS ട്രെയിനറാണ്. അപ്പോൾ IELTS ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനും IELTS എക്സാം കോച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് IELTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ഒരു ചെറിയ അപ്ഡേഷൻസ് വീഡിയോ ആണ് ഇത്. അപ്പോൾ IELTSനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. IELTS ബ്രിട്ടീഷ് കൗൺസിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം നേഷൻ വൈഡ് കണ്ടക്ട് ചെയ്യുന്നതാണ്. കേരളത്തിൽ ഒരുപാട് സ്ലോട്ട്സും ടൈം ഡേറ്റ്സും സ്ലോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് IELTSൻ്റെ ഡ്യൂറേഷൻ ആൻഡ് മോഡ്യൂൾസിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് കിടക്കാം. ഈ IELTS എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 4 സെക്ഷൻസ് ഉള്ളതാണ്, 4 മോഡ്യൂൾസ് ഉള്ളതാണ്. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഈ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സാമിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ 2 hours 45 minutes വരും. റഫ്ലി 2 hours 45 minutes ആണ് മൊത്തം എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൽ റീഡിംഗ് എന്ന് പറയുന്നത് 60 minutes ആണ്. 60 minutes എന്ന് പറയുമ്പോൾ 3 sections ഉണ്ടാവും. ആ 3 sectionsൽ 40 questions ഉണ്ടാവും. അങ്ങനെ 60 minutes 1 hour ആണ് റീഡിംഗ് ഉള്ളത്. റൈറ്റിംഗ് അതേപോലെ തന്നെ 60 minutes ആണ്. ഈ റൈറ്റിംഗ് 60 minutes 1 hour എന്ന് പറയുമ്പോൾ ഇതിൽ 2 ടാസ്ക് ഉണ്ടാവും. ടാസ്ക് 1, ടാസ്ക് 2 ആയിരിക്കും. ടാസ്ക് 1 എന്ന് പറയുന്നത് അക്കാഡമിക് IELTS എഴുതുന്നവർക്ക് ടാസ്ക് 1 ഗ്രാഫാണ്, ടാസ്ക് 2 essay ആണ്. ജനറൽ IELTS എഴുതുന്നവർക്ക് ടാസ്ക് 1 ലെറ്റർ റൈറ്റിംഗ് ആണ്. ബട്ട് ടാസ്ക് 2 ഇസ് സെയിം essay തന്നെ ആയിരിക്കും. പിന്നെ പറയുന്നത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് ഓവറോൾ 11 to 15 minutes ആയിരിക്കും സ്പീക്കിംഗ് വരുന്നത്. സ്പീക്കിംഗ് ഓൾസോ കണ്ടെയ്ൻസ് 3 modules ആണ്, 3 sections ആണ്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇൻട്രൊഡക്ടറി സെക്ഷൻ ആണ്, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് സെക്ഷനാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, അത് ക്യൂ കാർഡ് സെക്ഷനാണ്. ക്യൂ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് 1 minute തരും. ആഫ്റ്റർ 1 minute ദേ സേ സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ അതെല്ലാം അവർ നോക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് പറയും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോളോ അപ്പ് സെക്ഷനാണ്. അത് ഈ ചോദിച്ച ടോപ്പിക്ക്, ഈ ക്യൂ കാർഡിനെ കുറിച്ചുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തേർഡ് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഓവറോൾ സ്പീക്കിംഗ് 11 to 15 minutes ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഓഫ് കോഴ്സ് ലിസ്ണിംഗ് ആണ്. ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ 30 minutes ആണ്. ഓവറോൾ 30 to 35 minutes ആണ്. ഇതെന്ന് പറയുമ്പോൾ ഓഡിയോ ക്ലിപ്പാണ്. ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഓഡിയോ ടേപ്പ് പ്ലേ ചെയ്യും. ഇൻ ഫ്രണ്ട് ഓഫ് യു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ ഷീറ്റ് കാണും. ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ റീവൈൻഡ് ഒന്നുമില്ല. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരിക്കും നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യേണ്ടത്. സോ ലിസ്ണിംഗ് ഓൾസോ 4 sections ആണുള്ളത്, 4 sections ആയിട്ടാണ് ഉള്ളത്. ടോട്ടൽ 40 questions ആണ്. 30 minutes ആണ്. 30 to 35 minutes ആണ് ലിസ്ണിംഗ്. സോ ഒന്നും കൂടെ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ റീഡിംഗ് ഈസ് ഫോർ 1 hour, റൈറ്റിംഗ് ഈസ് അഗെയിൻ ഫോർ 1 hour, സ്പീക്കിംഗ് 11 to 15 minutes ആൻഡ് ലിസ്ണിംഗ് 30 minutes. ഇങ്ങനെയാണ് 4 മോഡ്യൂൾസിൻ്റെ ടൈമിംഗ് പോകുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള IELTS പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ റിസൾട്ട്സ് ആണിത്. അപ്പോൾ ഇവരെല്ലാവരും നല്ല ഹൈ ബാൻഡ് സ്കോറോടുകൂടി മോർ ദാൻ 7.58 ബാൻഡ് സ്കോറോടുകൂടി പാസ് ഔട്ട് ആയവരാണ്. ഇവിടെ ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ സെവറൽ നേഷൻസിലേക്ക് മൈഗ്രേറ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ അപ്പിയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇവർ. സോ IELTS CC ഇംഗ്ലീഷ് ഹബ്ബ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലെവൽ അനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ ലെവൽ അനുസരിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബിഗിനർ ലെവലുണ്ട്, അതുപോലെ ഫ്ലെക്സിബിൾ ടൈമിങ്സ് ആണ്. ഫ്ലെക്സിബിൾ ടൈം നിങ്ങളുടെ ടൈം സ്ലോട്ടിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ വീക്കെൻഡ് മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. സോ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് IELTS. സോ ബാച്ചസ് ഓരോ ദിവസവും ന്യൂ അഡ്മിഷൻസും ബാച്ചസും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും വേഗം CC ഇംഗ്ലീഷ് ഹബ്ബിൽ താഴെ കൊടുത്തേക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ് അറ്റ് CC ഇംഗ്ലീഷ് ഹബ്. താങ്ക് യു സോ മച്ച്. ബൈ. ചിയേഴ്സ്.